ഇന്ത്യൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ എപ്പോഴും ഒരു ഡിസ്കഷനും എന്നാൽ ഒരു അൺസർട്ടനിറ്റി ഉള്ളൊരു ഏരിയയാണ് OCI പ്ലേയേഴ്സ്. അവരെന്ന് നമുക്ക് വേണ്ടി കളിക്കും എന്നുള്ളത്. നമ്മൾ ഒരു സമയത്ത് ഒരുപാട് വീഡിയോസ് ഇതുമായി ബന്ധപ്പെട്ടൊക്കെ സംസാരിച്ചതാണ്. പിന്നീട് അതൊന്ന് സ്റ്റോപ്പ് ചെയ്തതാണ്. കാരണം അതിൻ്റെ സാധ്യതകൾ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ വളരെ കുറവാണ് എന്നുള്ള സാഹചര്യത്തിൽ. പക്ഷേ ഇന്ന് വീണ്ടും ഈ ഒരു വിഷയം സംസാരിക്കാനായിട്ട് രണ്ട് കാരണങ്ങളുണ്ട്. അത് ഒരു OCI കാർഡ് ഹോൾഡർ ആയിട്ടുള്ള ഒരാളുടെ ട്വീറ്റും അതുപോലെ ഇൻസൈഡിൽ നടക്കുന്ന ചില കാര്യങ്ങളുമാണ്. അബ്രാസ് നാദർ സർക്കാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആളുടെ ട്വീറ്റാണ് നമ്മൾ ആദ്യം സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പം അദ്ദേഹം ഈ ഒരു OCI PA വിഷയത്തിൽ സംസാരിക്കുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ OCI കാർഡ് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ലാൻഡ് വാങ്ങാം, വീട് വാങ്ങാം, ഇന്ത്യയിൽ ജോലി ചെയ്യാം, എന്തിന് സെമി ഗവൺമെൻറ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ പോലും ജോലി ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ അവരുടെ മക്കൾക്ക് രാജ്യത്തിന് റെപ്രസെൻ്റ് ചെയ്യാനായിട്ടുള്ളൊരു അവകാശം ഇല്ല എന്നുള്ളതാണ്. ഒരു കാര്യം മനസ്സിലാക്കണം, ഫിഫ പോലും ഒരു പെർമിഷൻ കൊടുക്കുന്നുണ്ട് ഇങ്ങനത്തെ ഒരു കാർഡ് ഹോൾഡേഴ്സിന് രാജ്യത്തിന് വേണ്ടി കളിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത്. ഇപ്പോൾ മറ്റ് ചില സ്പോർട്സുകളിലൊന്നും അത് അലൗഡ് അല്ല. പക്ഷേ ഫിഫ അത് കുഴപ്പമില്ല എന്നുള്ള സാഹചര്യത്തിലാണ്. എന്നിട്ടും നമുക്കത് ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹം ഈ ട്വീറ്റിൽ പറയുന്നൊരു കാര്യമാണ്, മില്യൺസ് ഓഫ് ആളുകൾ ലോകമെമ്പാടും ഇന്ത്യക്കാരെന്ന നിലയിൽ ഉണ്ട്. അപ്പോൾ അവരിൽ എത്രയോ ആളുകൾക്ക് OCI ഇതുണ്ട്. അപ്പം ആയിരക്കണക്കിന് ടാലൻസിനെ നമുക്ക് അതുവഴി കണ്ടെത്താൻ സാധിക്കും. അത് ഇന്ത്യൻ ഫുട്ബോളിന് ഒരു വലിയ മാറ്റം തന്നെ ആകുമെന്നുള്ളതാണ്. ഇതിന് നമ്മളുടെ രാജ്യത്തെ പല സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ, പ്രമുഖ യൂണിവേഴ്സിറ്റി, ഇപ്പോൾ IIT അടക്കമുള്ളവിടത്തൊക്കെ ടീച്ചിങ് ഫാക്കൽറ്റീസ് ആയിട്ട് പോലും OCI കാർഡ് ഹോൾഡേഴ്സിന് പറ്റും. പക്ഷേ രാജ്യത്തിന് മാത്രം റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. നോ ഇപ്പോഴും പലരും പറയുന്നുണ്ട്, നമുക്ക് എന്തിന് അതിൻ്റെ ആവശ്യകതയൊന്നുമില്ല, നമ്മുടെ പ്ലേയേഴ്സിന് അവസരം കൊടുക്കണം എന്നുള്ളൊരു സാഹചര്യം. നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഗതി എന്താണ് എന്നുള്ളത് ഒരു ബംഗ്ലാദേശിനെതിരെ കളിച്ചപ്പോൾ പോലും നമ്മൾ മനസ്സിലാക്കിയുള്ള സാഹചര്യമാണ്. ഓക്കെ, അവർ എന്താണ് അവരുടെ അവസ്ഥ എന്നുള്ളത് കണ്ടതാണ്. എന്തെങ്കിലും ഒരു ചേഞ്ച് വരണമെങ്കിൽ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഫെഡറേഷൻ ഗ്രാസ് റൂട്ടിൽ പ്രവർത്തിച്ച് എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാകും എന്നുള്ളതിൽ വലിയ അർത്ഥമൊന്നുമില്ല. ഇതേപോലെ എന്തെങ്കിലും ഒരു എക്സ്ട്രാ ബൂം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ ഏത് സ്പോർട്സ് ആണെങ്കിലും അതിനൊരു വളർച്ച ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മുടെ 2008 വരെയൊക്കെ നമ്മുടെ രാജ്യത്ത് ഈ പറഞ്ഞൊരു പോളിസി ഉണ്ടായിരുന്നതാണ്. അതിന് ശേഷമാണ് ഒരു മാറ്റം സംഭവിക്കുന്നത്. ഒരുപാട് ക്രിക്കറ്റ് അല്ലെങ്കിൽ ടെന്നീസ് പല ഇതിൽ നമ്മൾ ഇതേപോലെ പറഞ്ഞ പോലെ ഒറിജിനൽ പ്ലെയേഴ്സിനെയൊക്കെ ഉപയോഗിച്ചിട്ടുള്ളൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പം പ്രമുഖ ക്രിക്കറ്റ് പ്ലെയർ ആയിട്ടുള്ള റോബിൻ സിംഗ് പോലും ഐ തിങ്ക് വെസ്റ്റ് ഇൻഡീസ്, അതായത് ട്രിനിഡാഡ് ടൊബാഗോയിൽ ജനിച്ചിട്ട് പിന്നീട് ഇന്ത്യക്കൊക്കെ വേണ്ടി റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള ഒരു താരമാണ്. ഇന്നാണെങ്കിൽ അതിനുള്ളൊരു പോസിബിലിറ്റി ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്തിനവരെ മാറ്റി നിർത്തണം, എല്ലാ കാര്യങ്ങളിലും ഉപയോഗിക്കാം, ഈ കാര്യത്തിൽ മാത്രം റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് അത്ര ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. മുമ്പ് ശശി തരൂരോ മറ്റാണെന്ന് തോന്നുന്നു, നമ്മൾ OCI ആയിട്ടുള്ള ആളുകളുടെ പലതരത്തിൽ നമ്മൾ അവർ രാജ്യത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള സ്പോർട്സിൽ പോലുള്ള മേഖലയിൽ അവർ ഉപയോഗിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യത്തിൽ മുമ്പ് അദ്ദേഹം സംസാരിച്ചതായിട്ടൊക്കെ കേൾക്കുന്നുണ്ട്. പിന്നെ പലരും പറയുമല്ലോ ഇത് വേണ്ടാന്ന് പറയുന്നിടത്ത് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ലോകത്തിലുള്ള മറ്റെല്ലാ രാജ്യങ്ങളും ഉപയോഗിക്കുന്നിടത്ത് നമ്മൾ മാത്രം മാറി നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാര്യം. അപ്പോൾ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ് കിടക്കുന്നത് ഇന്ത്യൻ ഫുട്ബോൾ എന്നുള്ളൊരു സാഹചര്യം കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ഹോക്കി പോലത്തെ ഒരു ഗെയിമിൻ്റെ ഫെഡറേഷൻസ് ഒന്നും ഇത് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. അവർക്ക് പാസ്പോർട്ട് തന്നെ വേണമെന്നുള്ള സാഹചര്യമാണുള്ളത്. അതുപോലെ ഒളിമ്പിക് ഇവൻറ്റ്സിൽ ഇത് പറ്റില്ല എന്നുള്ള സാഹചര്യമാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എനിവേ, പിന്നെ വരുന്നൊരു അപ്ഡേറ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ PMO ഓഫീസിൽ നിന്ന് ഈ ഇന്ത്യൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ഡിസ്കഷൻസൊക്കെ നടക്കുന്നു എന്നുള്ളതാണ്. പാർലമെൻറ്റിൽ മുന്നോട്ട് വെക്കാനായിട്ട് അവർ ഒരു കാര്യം ശ്രമിക്കുന്നുണ്ട്. അതായത് OCI പ്ലേയേഴ്സിനെ രാജ്യത്തിന് വേണ്ടി റെപ്രസെൻറ്റ് ചെയ്യിക്കുന്ന ഒരു രീതി, ക്രിക്കറ്റ് ഒഴികെയുള്ള ഗെയിമുകൾ എന്നുള്ളതാണ്. അപ്പോൾ അത് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചതിന് ശേഷം ലോക്സഭ, രാജ്യസഭ അതിൽ നിന്നൊക്കെ പാസ്സായതിന് ശേഷം മാത്രമേ അതിനൊരു പോസിബിലിറ്റി ഉള്ളൂ. ഇതുവരെ ഇതിപ്പം ഒരു സെക്കൻഡ് ഓർ തേർഡ് അല്ലെങ്കിൽ ലീസ്റ്റ് പ്രയോറിറ്റിയിലാണ് കടന്നിരുന്നത്. ഇതൊരു ഫസ്റ്റ് പ്രയോറിറ്റി വന്ന് അത് അവതരിപ്പിച്ച് കഴിഞ്ഞ് പാസ്സായി കഴിഞ്ഞാൽ അതിനൊരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളൊരു സാഹചര്യം കൂടി ഡിസ്കസ് ചെയ്യാനായിട്ടാണ് ഞാനൊരു വീഡിയോ സംസാരിച്ചത്. അണിയറയിൽ കാര്യങ്ങൾ നടക്കുന്നു, നമ്മൾ ഫാൻസും മാക്സും ഈ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒന്ന് എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുക, അധികാരികളുടെയൊക്കെ കണ്ണിൽ ഇത് എത്തുക എന്ന് പറയുന്ന സാഹചര്യമുണ്ട്. കാരണം നമ്മൾ അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ്, നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ മറ്റ് രാജ്യങ്ങൾക്കെതിരെയൊക്കെ കളിക്കുന്ന ഒരു നല്ല രീതിയിൽ കളിക്കുന്നത് കാണാനായിട്ട്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പം എന്താണ് ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ ഒപ്പീനിയൻ? സനിയ.